പക്ഷേ ഇതൊരു അഭിനയമാണ്, നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന ആളാണ് ആശാനാഥ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ രൂക്ഷമായ വിമർശനം അത് അതിര് കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ? ഇത് അവർ ചെയ്യുന്നത് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നിർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിച്ച് മനസ്സ് വിഷമിപ്പിച്ചാൽ എന്നെ അടക്കി ഒതുക്കി ഒരു മൂലക്കിരുത്താം എന്നാണ് വിചാരിക്കുന്നത്. അതൊന്നും അങ്ങനെയൊന്നും കണ്ട് തളർന്നു പോകുന്ന ഒരാളല്ല ഞാനെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും, എന്നെ എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ ട്രിഗർ ചെയ്താലും, സോഷ്യൽ മീഡിയ വഴി സൈബർ അറ്റാക്ക് ചെയ്താലും, എന്തൊക്കെ സൈബർ ബുള്ളിങ് നടത്തിയാലും, ഞാൻ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യും. എനിക്ക് നഗരസഭയിൽ എന്നെ വിജയിപ്പിച്ചു വിട്ടത് തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ കരിമം വാർഡിൽ പ്രതിനിധീകരിച്ച് ഇവിടെ വന്നതാണ്. കരിമം വാർഡിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി മേയർ എന്നൊരു സ്ഥാനം കൂടി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഓരോ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ കൊണ്ട് ഈ ഒരു കസേരയിൽ എൻ്റെ പാർട്ടി എന്നെ ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി എന്തൊക്കെ സൈബർ അറ്റാക്ക് വന്നാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിൽ ഒരാളെ ഞാൻ മുന്നോട്ട് തന്നെ പോകും. ഈ സൈബർ അറ്റാക്ക് കൊണ്ടൊന്ന് എന്നെ തളർത്താമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ തളർന്നു പോകുന്ന ഒരാളുമല്ല ഞാൻ. പ്രൊഫഷണലി അതിനെ നമുക്ക് മാറ്റി നിർത്താം. പേഴ്സണലി ആണെങ്കിൽ പോലും വിഷമം ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ? പേഴ്സണലി വിഷമം എന്ന് പറഞ്ഞാൽ ഞാനത് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. സെക്ഷുവലി വളരെ മോശം രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡിനെ അടക്കം കുഞ്ഞിനെ അടക്കം വളരെ മോശം രീതിയിലുള്ള കമൻസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനത് അവരോട് പറയുന്നത്, അവരുടെ സംസ്കാരം, അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരായിട്ടുള്ള ആളുകളോട് പെരുമാറുന്ന രീതി, സംസാരിക്കുന്ന രീതിയാണ് അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ വിരൽ തുമ്പിൽ നിന്ന് കമൻസ് ആയിട്ട് വരുന്നത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതൊന്നും ഞാൻ ബോധർ ചെയ്യുന്നില്ല. അവർ വരുന്നു. ഞാനൊക്കെ ഈ ട്രോളുകളെയൊക്കെ സത്യം പറഞ്ഞ് ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. ഇന്നലെ തന്നെ എൻ്റെ അഭിനയം എന്ന് പറഞ്ഞിട്ടും സീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ ട്രോളുകൾ വരുന്ന ഞാൻ സാഹചര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ കൗൺസിലേഴ്സ് ഞാനത് ഫോർവേഡ് ചെയ്ത് കൊടുത്തത് കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും ഇത് തിരിച്ചയക്കുമായിരുന്നു. കുഴപ്പമില്ല, കുറച്ചുകൂടി ഡെപ്യൂട്ടി മേയറെ ഫേമസ് ആകുക, അവർ തന്നെയായിട്ട് ഓരോ റീസൺസ് കൊണ്ടുകൊണ്ട് വരികയാണ്. ഇതൊന്നും ഞാൻ വേറൊരു ഇതിൽ കാണുന്നില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. കാരണം ഭരണം കൈവിട്ട് പോയി എന്ന് വിശ്വസിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇത്രയും നാളെ 40 വർഷമായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മളാണ് ഇപ്പോഴും, അവരാണ്. സൈബർ അറ്റാക്കുകളുടെ പിന്നിൽ ഏറ്റവും കൂടുതൽ CPM ആണോ അതോ കോൺഗ്രസ് ആണോ, ആരാണെന്നാണ് മനസ്സിലാക്കുന്നത്? CPM എന്ന് പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം അവർക്ക് അവരുടെ കയ്യിലല്ല ഭരണമെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. അവരിപ്പോഴും വിശ്വസിക്കുന്ന അവരാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് എന്ന രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത്. അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇപ്പോഴും ഞങ്ങളാണ് ഇവിടെ എല്ലാം. അവരെയൊക്കെ തൂത്തുടച്ച്, അതായത് ജനങ്ങൾ ചൂലുകൊണ്ട് അടിച്ച് കളഞ്ഞു എന്നുള്ളത് അവർ വിശ്വസിക്കുന്നില്ല. അവർക്ക് മനസ്സിലാകുന്നില്ല.